ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് കർണാടക സ്റ്റൈൽ ചിക്കൻ ദൊണ്ണെ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വായോ. ആദ്യം തന്നെ ഹോൾ സ്പൈസസ് വേണേ. കൂടെ പോപ്പി സീഡ്സും പെരുംജീരകവും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം. പിന്നെ അതല്ലാതെ ബിരിയാണിക്ക് ഇടുന്ന സ്പൈസസ് വേണം. മെയിൻലി മല്ലിയില, പുതിനയില, പിന്നെ പച്ചമുളക്. ഇതൊരു കൈപ്പിടി അളവിന് മതിയാവും. പിന്നെ 2 മീഡിയം സൈസ് ഉള്ളിയും 2 മീഡിയം സൈസ് തക്കാളിയും സ്ലൈസ് ചെയ്തത്. മാരിനേറ്റഡ് ചിക്കനായിട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ബിരിയാണി മസാല, കേർഡ് ഇതെല്ലാം ഇട്ടിട്ട് ഒരു ഹാഫ് ആൻ അവർ വെച്ചാൽ മതിയാകും. ഇനി ആദ്യമേ കാണിച്ച ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ഹോൾ സ്പൈസസ് ഒന്ന് ചെറുതായിട്ടൊരു 5 മിനിറ്റോളം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതേപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും പിന്നെ പച്ചമുളകും നമുക്കൊരു 5 മിനിറ്റോളം വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ലേ. എന്നിട്ടിത് നല്ല പേസ്റ്റ് രൂപത്തിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കണം ഇതുപോലെ. എന്നിട്ട് നമുക്കൊരു ബിരിയാണി പോട്ട് എടുത്തിട്ട് അതിനകത്തോട്ട് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ്. എണ്ണ വേണ്ടെന്ന് വെച്ചാൽ ഗീയിലും ആഡ് ചെയ്യാവുന്നത്. ഇനി ഹോൾ സ്പൈസസ് ആഡ് ചെയ്യാം. എണ്ണ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച് നമ്മുടെ ഉള്ളി എടുത്ത് ആഡ് ചെയ്യാം. ഉള്ളി ഒരുപാട് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല, നല്ലോണം വഴറ്റി കൊടുത്താൽ മതി. വഴറ്റി വെച്ച ഉള്ളിയിലകത്ത് നമുക്ക് നമ്മുടെ ഗ്രീൻ പേസ്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ടൊരു 4 മിനിറ്റോളം ഇളക്കി കൊടുക്കുക. ഇതിനകത്തോട്ട് നമുക്ക് അരച്ച് വെച്ച വൈറ്റ് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റാം. ഒരു 5 മിനിറ്റോളം നല്ലോണം വഴറ്റുക. ഇനി ഈ മിക്സിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ച തക്കാളി ആഡ് ചെയ്യാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. എന്നിട്ട് മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കിതിലോട്ട് ആഡ് ചെയ്യാം. ഒരു 5-6 മിനിറ്റോളം നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഉപ്പെല്ലാം ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാവേ. ഇനി ഒരു ചെറിയ കപ്പ് തൈര് നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ലോണം എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന ആ ടൈം ആവുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി 4 കപ്പ് വെള്ളം ആഡ് ചെയ്യാം. നല്ലോണം തിളച്ച് വരണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കഴുകി കുതിർത്തി വെച്ച 2 കപ്പ് കൈമ റൈസ് ആഡ് ചെയ്യാം. ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 6-7 മിനിറ്റോളം നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് തിളപ്പിക്കാം. ഒരു ഹാഫ് ലെമൺ സ്ക്വീസ് ചെയ്തതും വേണം. എന്നിട്ടൊരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ബിരിയാണി റെഡി. ടേസ്റ്റി ആൻഡ് സ്പൈസി ദോണ്ണെ ബിരിയാണി റെഡി. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വെച്ച് പറഞ്ഞാൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.